D4DTS എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് നാളത്തെ ശേഷം ഒരു കുക്കിംഗ് പരിപാടിയിലേക്കാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ച് നല്ലൊരു മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തിയിൽ നല്ലൊരു കറി വെക്കാന്നുള്ള പ്ലാനിലാണ്. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്റ്റൈലിലാണ് ഈ മത്തിക്കറി വെക്കുന്നത്. ഇതിൽ ചില ഐറ്റംസ് കുറവുണ്ട്. അപ്പോൾ അതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് എങ്ങനെയുണ്ടെന്ന്, ഇതിലെന്ത് തെറ്റ് കുറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3 മത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 3 മത്തി എടുത്തിട്ടുണ്ട്. ഈ മത്തി ഞാൻ അരിഞ്ഞാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി നമ്മൾ ഈ തേങ്ങയുടെ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം അരിഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ ചെറുകിടുക അതെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെയുള്ള ആവശ്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിയെടുക്കുക. പുളിയും കുറച്ച് മാത്രം എടുക്കുക. അതിനുശേഷം ഒരു 4 മുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആവശ്യം. ഇഞ്ചി, പിന്നെ അതുപോലെ വെളുത്തുള്ളിയുടെ ഒരു പകുതി വെളുത്തുള്ളിയാണ് ആവശ്യം. ഒരു വെളുത്തുള്ളിയുടെ പകുതി അത്ര എടുക്കുക, പൊരിച്ചെടുക്കുക. പിന്നെ ഒരു സവാള. നമ്മളിവിടെ ചെറിയ ഉള്ളി കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ സവാളയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള, ഇത്ര ഐറ്റംസാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നറിയാം, നമുക്ക് കടുക് ആവശ്യമുണ്ട്. കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെടുക്കുക. ഇതെല്ലാം ഞാൻ അളവ് കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, ഇത്രയും. പിന്നെ ഉലുവപ്പൊടി. ഞാൻ ഉലുവപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഉലുവപ്പൊടി, ഇത്ര ഐറ്റംസാണ് ഇതിന് വേണ്ടി മെയിനായിട്ട് ആവശ്യം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ നടക്കുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ തേങ്ങ ഫുള്ളായിട്ടിടുക. ഞാൻ മുഴുവൻ തേങ്ങയ്ക്ക് ഇതിലിടുന്നുണ്ട്. ശേഷം പിന്നെ അതിലേക്ക് നമ്മുടെ ഈ സവാള, ഇതിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെറ്റർ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ സവാള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1/2 സവാള മതിയാവും. പകുതി സവാള അത്ര എടുത്തു. ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, കൂടുതലാണ് ഇരിക്കുന്നത്. അതിനുശേഷം പിന്നെ വെളുത്തുള്ളി കിട്ടിയ ടേസ്റ്റ് കൂടുന്നതാണ്, അതിന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളെന്താണ് ഈ ഇഞ്ചിയും കുറച്ചെടുക്കാതെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക്, പിന്നെ അതിനുശേഷം നമ്മുടെ പുളി കുറച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുളി എടുത്തതിന് ശേഷം അതിനുശേഷം ഇതിലേക്ക് എന്താ പറയുക, നമ്മൾ ഈ മല്ലിപ്പൊടി 1 സ്പൂൺ ആവശ്യമുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എങ്കിലും. അതിനുശേഷം പിന്നെ എടുത്ത് കുറച്ച് മുളക് പൊടി, നമ്മൾ ആവശ്യത്തിന് പാകത്തിന് മാത്രം മുളക് പൊടി ഇടായി. ഞാനിപ്പോൾ കുറച്ച് മുളക് ഇടുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി എടുത്തിട്ടു. ഇതിന് ശേഷം അടുത്തായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കഴിക്കണം, അടുത്ത് ഉലുവ ഞാൻ ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം കുറച്ച് മാത്രം ഇടുന്നത്. ഇത്തിരി ഉലുവ ഇടുക. ഇട്ടിട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഒരുപാട് ആവശ്യമില്ല, 1/2 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമുക്കൊരു പരിധിന് ആവശ്യത്തിന് പിന്നെ എടുക്കാമെന്നേ ഉള്ളൂ. നമ്മൾ വെള്ളം എത്രയാണെന്ന് നോക്കിയിട്ട് ഇതെടുത്തതിന് ശേഷം ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഉപ്പിടാൻ മറന്നു. ഒരല്പം ഉപ്പൊടി ഇട്ടിരിക്കുക. നമ്മൾ ആവശ്യത്തിന് പിന്നെ ഇടാന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചൊരല്പം ഉപ്പിട്ടു. ബാക്കി നമ്മുടെ പാകത്തിന് ശേഷം ഇത്രയും നോക്കിയിട്ട് പിന്നെ ഇടാം. ഉപ്പിട്ടു. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ അടച്ച് ഇതിങ്ങനെ ജാറിലേക്ക് വെച്ച്, അമ്മിക്കല്ലാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അമ്മിക്കല്ല അരച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലായിടവും ഇപ്പോൾ അമ്മിക്കലൊന്നും കാണാനില്ല. എല്ലായിടവും ഇപ്പോൾ എന്താ പറയാനാ, ഇതൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ എല്ലായിടവും മിക്സിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പം സാധാരണ ഒരുപാട് എരിവ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ഞാൻ മറ്റേ മുളക് ഞാൻ കുറച്ചു. അതിന് ശേഷം കാശ്മീർ മുളക് പൊടി കുറച്ച് കളറിന് വേണ്ടി അത് ഇട്ടായിരുന്നു. ഒരല്പം ഇടേണ്ട ആവശ്യമുള്ളൂ, എങ്കിലും നമുക്ക് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ കിട്ടും. അപ്പോൾ അത് ഇട്ടു. ഇതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു പോരായ്മയായി കാണും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ എന്തായാലും ഒരു ടേസ്റ്റായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളവർ. ഇപ്പോൾ വീണ്ടും അടിക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം ഇനിയാണ് ഇതിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഈ മിക്സിനെ മാറ്റി വെച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടികൾ ചെയ്യാം. ഞാനൊരു ചീനിച്ചട്ടി ഇവിടെ കറിച്ചട്ടി കിട്ടത്തില്ല. കറിച്ചട്ടി നമ്മളെ മൺചട്ടിയില്ല, അതാണ് ഏറ്റവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യത്യസ്തമായിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നാടൻ പ്രദേശമുള്ള സ്റ്റൈലിലാണ് ചെയ്യുന്നത്. നമ്മുടെ പഴയ ആൾക്കാരെ ചെയ്യുന്നില്ലേ അതുപോലെ. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഈ മത്തി എടുത്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ കറി ഉണ്ടല്ലോ, ഈ
ചമ്മന്തി ഈ അരപ്പിന് ഇതിലേക്ക് ഒഴിക്കുക. ഓക്കെ, ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞൊരു വെള്ളം ആവശ്യമാണെന്നുള്ളവരെ ഈ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. വെള്ളം കുറച്ച് ആവശ്യമുണ്ടത് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്താ ഇത് പെട്ടെന്ന് ഇതെന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഭയങ്കര ഇതൊന്നുമില്ല, നമ്മുടെ നാട്ടുകാർക്ക് നാടൻ പ്രദേശങ്ങളിൽ ചെയ്യുന്നതാണ്, പെട്ടെന്ന് ചെയ്യാനുള്ള പ്ലാന്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളം കുറച്ചുകൂടി ആവശ്യമുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാവുന്നതാണ്. ഒരല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം പിന്നെ ഒരല്പം ഉപ്പ് കൂടി തന്നെ പറഞ്ഞിട്ടുള്ള ഉപ്പ് കുറവായിരിക്കാം, ഒരല്പം ഉപ്പിടുന്നുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഉപ്പ് കുറവാണ്, ഞാൻ ഒരല്പം ഉപ്പിടി ഇതിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഒന്ന് ജസ്റ്റ് കലക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനെ അടുപ്പിനകത്ത് വയ്ക്കുന്നു. പിന്നെ അതോടൊപ്പം നമ്മൾ കുറച്ച് മത്തി ഉണ്ടല്ലോ, നമ്മൾ പൊരിക്കാനുള്ള പ്ലാൻ കൂടെ ഉണ്ട്. അത് പ്ലാനിന് പൊരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒരല്പം പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ മീൻ കറി വേവട്ടെ. കുറച്ച് എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കുന്ന ഉദ്ദേശം വേറെ ഒന്നുമില്ല, പെട്ടെന്ന് വേവും, അതിന് വേണ്ടിയാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ഏകദേശം വെന്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ മണമറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നോക്കണം, ചൂടാണ് കേട്ടോ, ഒന്ന് പിടിച്ചിട്ട് നോക്കണം. അപ്പം ഒരുവിധം വെന്തിട്ടുണ്ട്, ഒരുവിധം എല്ലാ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ടേസ്റ്റൊക്കെ ഉണ്ടാകുന്ന ജസ്റ്റ് നോക്കാം. ടേസ്റ്റ് ആയിട്ടുണ്ട്, ഉപ്പും കറക്റ്റാണ്, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചീനിട്ടെടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെന്തോട്ടെ. ഒരു ചീനിച്ചെടുത്തതിന് ശേഷം അത് വേറെ ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഈ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ, ഇത്ര എണ്ണ ഒഴിക്കുക. ഈ എണ്ണ ചൂടാവട്ടെ. കൂട്ടുകാരെ, എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കടുക് അത് നിങ്ങളുടെ സൗകര്യം എത്ര എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഈ കടുക് ഇടുന്നു, ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ശരി, ആഹാ, കണ്ട കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് ഓഫ് ചെയ്യുക, കാരണം അല്ലെങ്കിൽ ഒരുപാട് ചൂടായിപ്പോൾ. അതുകൊണ്ടാണ് കടുക് പൊട്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. ഇതിട്ടതിന് ശേഷം ഇതിനെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏതിലേക്ക്? നമ്മുടെ കറിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണിട്ടില്ല. ഞാൻ പിടിച്ച ശരിയായില്ല കേട്ടോ, അതാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കുഴപ്പമില്ല, ഒഴിച്ചു. ഇതിനെവിടേക്കിട്ട് ഇനി എന്താ പറയുക, ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇപ്പോൾ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് അടയ്ക്കുക. ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ജസ്റ്റ് നോക്കുക. ഓക്കെയാണ്. ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വറ്റുന്നില്ല അതിൻ്റെ ടേസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോറിൻ്റെ കൂടെയിൽ നമ്മൾ കുറച്ച് ചോറിൻ്റെ കൂടെയും മരുന്നിൻ്റെ കൂടെയൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപാടി. നമ്മളിത് പെട്ടെന്ന് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കുക്കിംഗ് പഠിക്കുക. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിക്കുകയല്ല, ഇത് നമ്മൾ ചെയ്ത് വീട്ടിലുണ്ടാക്കുക. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഇങ്ങനെ പാചകം ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം. ടേക്ക് കെയർ, ബൈ.